മലയാളത്തിലെ സുന്ദരനായ ഒരു നടനുണ്ടായിരുന്നു, മോഹൻ. അദ്ദേഹം ഇപ്പോഴേ തിരുവള്ളൂരിലെ ഒരു സ്നേഹാലയത്തിൽ അവശനായി യാതൊരു പണവുമില്ലാതെ അവിടെ പാർക്കുകയാണ്. ഏകദേശം 50ഓളം സിനിമയിൽ അഭിനയിച്ച മോഹനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം ചട്ടക്കാരി സിനിമയിൽ കൂടി ലക്ഷ്മിയുടെ ഒത്താണ് മലയാള സിനിമയിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനകത്തെ പാട്ടുകൾ വളരെ പ്രശസ്തമാണ്. ഓ മൈ ജൂലി എന്നൊരു പാട്ട് അതിനകത്തുണ്ട്. ആ പാട്ട് അനശ്വരമായി മലയാള സിനിമയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ രാഗമാണ്. ഇവിടെ കാറ്റിന് സുഗന്ധം എന്നൊരു പാട്ട് വളരെ പ്രശസ്തമായിരുന്നു. ആ ഗാനം മലയാളികൾ സ്വീകരിച്ച് ഇന്നും അത് പാടിക്കൊണ്ട് നടക്കുന്ന ഗാനം. അതുപോലെ ജീവിക്കാൻ മറന്നുപോയ ശ്രീ എന്ന മൂന്നാമത്തെ സിനിമ, അതിനകത്ത് വീണപൂവേ, കുമാരനാശാൻ്റെ വീണപൂവേ എന്നുള്ള പാട്ടും പ്രശസ്തമാണ്. നമ്മളൊരിക്കലും മോഹനെ മറക്കില്ല. കാരണം സുന്ദരനായ ഒരു നടനായിരുന്നു. നല്ല പൊക്കവും നല്ല സൗന്ദര്യവുമുള്ള ശാരീരികവുമുള്ള ഒരു നടനാണ്. കാരണം അദ്ദേഹം പാട്ടുപാടും, നടനാണ്, നിർമ്മാതാവാണ്, എഴുത്തുകാരനാണ്, ഗായകനാണ്. ഇതൊക്കെ അത് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ 2012 അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായി ഗ്രാമം എന്നൊരു സിനിമ എടുത്തു. പക്ഷേ ഇന്ന് വരെ അത് വെളിച്ചം കണ്ടിട്ടില്ല. തൻ്റെ സാമ്പത്തിക മൂലം എല്ലാം അതിനകത്ത് തകർന്നടിഞ്ഞു. അതുപോലെ കടം കയറി അദ്ദേഹത്തിന് യാതൊരു ആശ്രയവുമില്ലാതെ ഇപ്പോൾ ഒറ്റപ്പെട്ടു. അവിടെ ഒരു സ്നേഹാലയത്തിൽ അവരുടെ തണലിൽ കഴിയുകയാണ്. 78 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഒരു മകൻ ജർമ്മനിയിലുണ്ട്. നമ്മൾ ധാരാളം ഗോസിപ്പുകൾ ലക്ഷ്മിയുമായിട്ട് ചേർന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഗോസിപ്പുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. എങ്കിലും ഈ മഹാനടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. അദ്ദേഹം ആ സ്നേഹാലയത്തിൽ അവിടെ കൊണ്ടുപോയി ചെന്ന് ചേരാനുള്ള കാരണം ചില ലയൺസ് ക്ലബ്ബുകാരുടെ സഹായത്തോടെയാണ്. അതിനകത്ത് രജനീകാന്ത് 1 ലക്ഷം രൂപ പിന്നീട് അദ്ദേഹത്തിന് കൊടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം പത്രക്കാരുടെ അടുത്ത് പറഞ്ഞത് ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 25 വർഷമായിട്ട് അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തികമായി ഒന്നും കൈവശമില്ല. ദാരിദ്ര്യത്തിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സ്നേഹാലയത്തിൽ അവർ കൊടുക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. കാരണം മലയാള സിനിമയുടെ മുന്നണിയിൽ വരേണ്ട അല്ലെങ്കിൽ ഇന്നും ജ്വലിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു മോഹൻ. അഭിനയ ചാതുര്യമുണ്ട്. അദ്ദേഹം പല സിനിമകളെടുത്തു. അദ്ദേഹം തിരക്കഥ എഴുതി. അദ്ദേഹം നടനായിരുന്നു. എല്ലാ രംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച് പതുക്കെ അദ്ദേഹം സാമ്പത്തികമായി തകർന്നു. 2012 ആ ഒരു സിനിമയുടെ കൂടി തകർന്നു പോയി. നമുക്കറിയാം, മലയാളത്തിലെ സിനിമാ മോഹമായി ധാരാളം ആൾക്കാർ ചെന്നൈയിൽ പോകും. ആ കാലഘട്ടത്തിൽ തന്നെ പാലക്കാട് തത്തമ്പള്ളി സ്വദേശി മോഹനും പോയി. അങ്ങനെ ക്രമേണ മലയാള സിനിമയിലേക്ക് കയറി വന്നു. 50 സിനിമകളും അദ്ദേഹം അഭിനയിച്ചു വന്നു. പക്ഷേ നമുക്കറിയാം, എല്ലാവരും വടവണലിൽ ചെന്ന് മലയാള സിനിമയുടെ അവിടെ ഏതെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാനും ആഗ്രഹിച്ചും ധാരാളം ചെറുപ്പക്കാർ സിനിമാ മോഹവുമായി TV ചാനലിലെ ചില അതിനകത്തൂടെ ഷോ കാണിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇപ്പോഴും ആ മോഹവുമായിട്ട് നടക്കുന്നത് നമുക്കറിയാം. അവരെ പലരും ജീവിതത്തിൽ തോറ്റുപോകും. വളരെ ചുരുക്കം വിരലെണ്ണാവുന്നവർ മാത്രമേ രക്ഷപ്പെട്ട് കണ്ടിട്ടുള്ളൂ. എങ്കിലും ഈ മോഹവും ചെറുപ്പം മുതലേ കുട്ടികൾ ഈ പഠിക്കുന്ന സമയത്ത് അവരുടെ തലയിൽ കയറി എല്ലാവരും മദ്രാസിലേക്ക് പോകും. വടവണനിൽ 10,000-കണക്കിന് ആൾക്കാർ മലയാളികളും തമിഴിൽ സംസാരിക്കുന്നവരും അതുപോലെ കർണാടക സംസാരിക്കുന്നവരൊക്കെ അവിടെ സിനിമാ മോഹമായിട്ട് വന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. വളരെയധികം ആൾക്കാർ അവിടെ ചെറിയ ചെറ്റപ്പുരകളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പ്രായവും കടന്നുപോയി ചെറുപ്പത്തിൽ വന്നവരാണ്. അവർ സിനിമാ മേഖലയിൽ ഈ ക്രൗഡ് നമ്മൾ പലപ്പോഴും കാണാം. അത് ഈ എക്സ്ട്രാ നടന്മാരൊക്കെ തന്നെയാണ്. ഈ വടവണ്ണയിലെല്ലാവരും അതിലേക്ക് വേണ്ടി ഡെയിലി വേജസിൽ അവർ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് സിനിമയിലെ തല കാണിക്കാം. നമുക്കറിയാം, സിനിമയിലെ മെയിൻ കഥാപാത്രമൊക്കെ സംസാരിക്കുമ്പം പുറവശത്തുള്ള ചില ഗ്രാമീണതയൊക്കെ കാണിക്കുന്നത്, ചില കടകൾ കാണിക്കുന്നത്, ചില ആൾക്കാർ അവരുടെ ജീവിതകാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള റോളുകളിലാണ്
പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. അവർ ദൈനംദിനം സിനിമ ഷൂട്ട് ചെയ്യുന്നവർ വിളിക്കുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. ഡെയിലി ബേസിസിൽ തന്നെയാണ് അവരെല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നത്. വേറെ അവർക്ക് മാർഗ്ഗങ്ങളൊന്നുമില്ല. സിനിമാ മോഹവുമായിട്ട് അവർ വടവളനിലെത്തി അവിടെ തന്നെ അവിടുത്തെ റോഡിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഭയങ്കര തിരക്കും, ചെറിയ ചായക്കടകളൊക്കെ ഭയങ്കര തിരക്ക് നമുക്ക് കാണാം. കാരണം അവരുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ. അവിടെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ, ഒരു മുറി ഒപ്പിക്കും. അതിനുശേഷം ഈ ഡെയിലി വേജസുകാരായിട്ട് സിനിമയിൽ അഭിനയിക്കുകയും ഈ ഹോട്ടലിൽ, ചെറിയ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് ജീവിച്ചു പോകുന്ന ധാരാളം പേരുണ്ട്. പലരും കല്യാണം കഴിച്ചിട്ടില്ല, പലരും പല സ്ത്രീകളുമായിട്ട്, സിനിമാമോഹമായിട്ട് വന്ന സ്ത്രീകളുമായി ഒന്നിച്ചു കഴിയുന്നവരുമുണ്ട്. സിനിമയുടെ ഈ മായിക ലോകത്ത് കിടക്കുന്നവർ പലരും അവർക്ക് ഡബ്ബിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡബ്ബ് ചെയ്യുന്ന ഒരു സീനും അവർക്ക് ലഭിക്കില്ല. കാരണം അവർ ക്രൗഡിൻ്റെ ഭാഗമാണ്. അതിന് ധാരാളം ആൾക്കാർ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാനും അവരെ ഡബ്ബിങ്ങിനൊന്നും അവർ വിളിക്കാറില്ല. ബാക്ക്ഗ്രൗണ്ട് സീനിൽ കാണുന്നത് മുഴുവൻ ഈ വടവളനിലുള്ള ഇതുപോലെ സിനിമാ മോഹവും വന്ന് അവരുടെ മോഹങ്ങളെല്ലാം അറ്റ് ജീവിതത്തിൽ ജീവിക്കാൻ കഴിവില്ലാതെ അവർ ഈ സിനിമയിലെ ക്രൗഡിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഏരിയയിൽ വടവളനി നമുക്കറിയാം. അവിടെ ഇങ്ങനെ വരുന്നവരെല്ലാം അവിടെ 2-3 പ്രശസ്തമായ അമ്പലങ്ങളുണ്ട്. ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. അവർക്ക് ഡെയിലി ക്രൗഡായിട്ടെങ്കിലും എല്ലാ ദിവസവും അവർക്ക് സിനിമയിൽ വിളിക്കണം എന്ന് കരുതി തന്നെയാണ് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും. അതേസമയത്ത് വടവളനി വിജയ ഹോസ്പിറ്റൽ നമുക്കറിയാം. പ്രശസ്തമായ വിജയ ഹോസ്പിറ്റലും വടവളനി തന്നെയാണ്. അവിടുത്തെ മുരുകൻ കോവിലാണ് മിക്കവാറും ഉള്ളവർ പോയി പ്രാർത്ഥിക്കുന്നത് ചാൻസ് കിട്ടാൻ വേണ്ടി. എന്തായാലും വളരെ ബിസി സ്ട്രീറ്റാണ് വടവളനി. കാരണം സിനിമാക്കാരുടെ ലോകം തന്നെ. ഏതായാലും മോഹൻ്റെ ഈ അവസ്ഥ മലയാളികൾ പഠിക്കണം. സിനിമാ മോഹം എടുത്ത് ചാടുന്ന കുട്ടികൾ അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം മലയാള വാർത്ത വരികയും ചെയ്തിരുന്നു മോഹൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പല സിനിമാക്കാർക്കും സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ ധാരാളം പേരെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും നല്ല ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു ഉദാഹരണം തന്നെയാണ് മോഹൻ്റെ ഇപ്പോഴത്തെ സ്നേഹാലയത്തിലെ ജീവിതം.